സ്വിഫ്റ്റ് കാർ ബുക്ക് ചെയ്യുന്നതൊക്കെ പറയുന്നത് ശരിയാണോ? ആ കിട്ടും, പൈസ കൊടുക്കട്ടെ, കിട്ടും. ലോണാണ്. ഒരു അച്ചീവ്മെന്റ് അല്ലേ ശരിക്കും? സന്തോഷം. പിന്നെ മോഹന് വേണ്ടിയിട്ട് വൃതപ്പം കിടന്ന ബഹളമായിരുന്നു. മൂത്ത മോനുണ്ട്, അവൻ വണ്ടി എടുത്തു വന്നാലും. ഓരോ ദിവസം പോലും മോഡേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഗൈസ്, നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫൈനലി രേണു സുധീന്റെ അടുത്തൊരു കണ്ടന്റ് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും വൈ ബാക്ക് ടു രേണു സുധി എന്നുള്ളത്. രേണു സുധിയുടെ ഒരു ഗ്രോത്ത് ഞാൻ ശരിക്കും ശ്രദ്ധിക്കുകയായിരുന്നു. ആളുടെ സ്റ്റൈലാണെങ്കിലും ആളുടെ ഡ്രസ്സിംഗ് സ്റ്റൈലാണെങ്കിലും പല ചോദ്യങ്ങൾക്കും ആൾ കൊടുക്കുന്ന മറുപടി ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. രേണുസുധീന്റെ ഒരു കാര്യത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഒരുപോലെ പറയാം. രേണുസുധി തുടങ്ങിയ സമയത്തും ഇപ്പൊ നിൽക്കുന്ന സമയത്തും ഇനി അങ്ങോട്ടുള്ള സമയത്തും രേണുസുധി മീഡിയക്കാർക്ക് നല്ലൊരു ക്ലിക്ക് ബൈറ്റ് കൊടുക്കുന്നുണ്ട്. എവിടെ വെച്ച് ഏത് സാഹചര്യത്തില് മീഡിയക്കാര് എന്ത് ചോദ്യം ചോദിച്ചാലും കണ്ണും പൂട്ടി പച്ചയ്ക്ക് വേണ്ട മറുപടി കൊടുക്കാണ്ട് രേണുസുധി പോവില്ല. അപ്പൊ അതാണ് രേണുസുധിയുടെ ഒരു ഹൈലൈറ്റ് സാധനം എന്ന് പറയുന്നത്. അപ്പോൾ റിസെന്റ്ലി രേണുസുധി ആളുടെ അടുത്ത UAE യാത്രയും ഒക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയിരിക്കുകയാണ്. എയർപോർട്ടിൽ നിന്ന് കുറെ ചോദ്യങ്ങൾ കൊടുത്ത് കുറെ അടിപൊളി റെസ്പോൺസസ് ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. വിവാഹം കഴിക്കുവാണെങ്കിൽ ആളുമായിട്ട് ഒരു ദിവസം പോലെ ആ വീട്ടിൽ താമസിക്കത്തില്ല. സുധിച്ചേട്ടന്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നേരെ അവിടുന്ന് വിടും എന്നാണ് പറഞ്ഞത്. പിള്ളേരെ കണ്ടിട്ട് പിള്ളേരുമായിട്ട് ഇറങ്ങുന്നല്ല ഞാൻ പറഞ്ഞത്, അത് പിള്ളേരുടെ വീടാണ്. അഥവാ കല്യാണം കഴിച്ചാൽ ചേട്ടനെ എന്തായാലും പോയി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ കഴിച്ചാൽ പ്രാർത്ഥിച്ചിട്ട് നേരെ അവിടുന്ന് ആ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കില്ല. സോഷ്യൽ മീഡിയയിൽ അന്നും ഇന്നും ഡിസ്കഷൻ ആയിട്ടുള്ള ഒരു വലിയൊരു കാര്യം തന്നെയാണ് രേണുസുധീന്റെ കല്യാണം. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അതിൽ കൂടുതൽ അതിന് ഒപ്പോസ് ചെയ്യുന്ന ഒരാളും ഉണ്ട്. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം രേണുസുധി എന്ന് പറയുന്ന ആളുടെ ലൈഫ് ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ആൾക്കൊരു പാർട്ട്ണർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് ഫ്രണ്ടോട്ട് ലൈഫ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു പാർട്ട്ണർ വേണം എന്ന് തോന്നുകയാണെങ്കിൽ ആൾക്ക് പാർട്ട്ണറെ കിട്ടാം, കല്യാണം കഴിക്കാം. ഇപ്പൊ ഫിറോസ് അന്ന് ആളുടെ വീട്ടിൽ നിന്ന് എന്ന് വെച്ചാൽ പുതിയൊരു ഹസ്ബൻഡിനെയും കൊണ്ട് തന്റെ വീട്ടിൽ നിൽക്കരുത് എന്നൊരു അഭിപ്രായം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് രേണുസുധി ഇപ്പൊ കരൺലി പറഞ്ഞ ഒരു അഭിപ്രായമാണ്, ഞാൻ ഇനി ഒരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ സുധിച്ചേട്ടന്റെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ആ വ്യക്തിനെയും കൂട്ടി അന്നത്തെ ദിവസം ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങും. എന്ന് വെച്ചാൽ ഒരു ദിവസം പോലും ഞാൻ ആ വീട്ടിൽ സ്റ്റേ ചെയ്യില്ല, ഞാനും എന്റെ പാർട്ട്ണറും സ്റ്റേ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. എന്റെ മക്കൾ അന്നും ഇന്നും എന്നും ആ വീട്ടിലുണ്ടാവും, കാരണം അവർക്ക് വേണ്ടി കൊടുത്ത വീടാണെന്ന്. ഇതാണ് സ്റ്റാൻഡ്, ഇതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഇതൊരു വലിയ കോൺട്രവേഴ്സി ആയി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ്. ആൾക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ട്, ആൾ കല്യാണം കഴിച്ചോട്ടെ. ആർക്കാ എന്താ പ്രശ്നം? വീട്ടിൽ താമസിക്കത്തില്ല. കുട്ടികളെ ഇറക്കുന്നൊന്നും ഞാൻ അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളെ മാത്രമേ കല്യാണം കഴിക്കൂ. നിലവിൽ വിവാഹത്തെ കുറിച്ച് പ്ലാനുണ്ട്. 2 വർഷം കഴിയട്ടെ, നോക്കാം. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കും എന്ന രീതിയിലാണ് രേണുസുധി പറയുന്നത്. ഇതിന് തൊട്ട് മുമ്പുള്ള എല്ലാ ഇന്റർവ്യൂസും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, രേണുസുധി ഇതേ കാര്യം തന്നെയാണ് റിപ്പീറ്റഡ്ലി പറയുന്നത്. അപ്പൊ എന്തൊക്കെയോ മണക്കുന്നുണ്ട്. ഇനി മണത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ രേണുസുധിയുടെ ലൈഫാണ്, ലെറ്റ് ഹെർ ഡിസൈഡ്. ആൻഡ് സെക്കൻഡ് തിങ്, ഇവിടെ ചോദിച്ച ഈ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം ഏതൊരമ്മയാണെങ്കിലും അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർ പിന്നൊരു വിവാഹം കഴിക്കുമ്പോൾ തന്റെ കുട്ടീനെ സ്വീകരിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുക. അത്രത്തോളം ക്രൂരമായ മൈൻഡിലുള്ള ഒരാൾ ഒന്നുമല്ല രേണുസുധി. അപ്പൊ രേണുസുധിന്റെ ആഗ്രഹം അതൊക്കെ തന്നെയാണ്. കാര്യമില്ല, വിമർശിക്കുന്നവരും വിമർശനം. ഞാനിപ്പോ എവിടെ എത്തി? വിമർശിക്കുന്നവരുടെ കൂടെയാണോ ഞാൻ ഇരിക്കുന്നത്? അല്ലല്ലോ. പൊതുവെ ഈ വിമർശനം അതൊരു കറക്റ്റ് കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് ടൈം തൊട്ടിട്ട് ഞാനൊക്കെ തുടക്കകാലങ്ങളിൽ രേണുസുധി റിലേറ്റ് ചെയ്ത് വീഡിയോ ഇട്ട സമയത്ത് ഞാൻ രേണുസുധീനെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ പിന്നെ അങ്ങോട്ട് രേണുസുധിയിൽ വന്ന മാറ്റങ്ങൾ കണ്ട സമയത്ത് അതുപോലെ രേണുസുധീനെ സ്വീകരിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ രേണുസുധിയുടെ ഒരു പോസിറ്റിവിറ്റി പോലും കാണാണ്ട് ഫുൾ ടൈം ഈ വിമർശിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ വീണ്ടും വിമർശിക്കുക എന്നല്ലാണ്ട് രേണുസുധി വളർന്നു, മാറ്റങ്ങൾ വന്നു. രേണുസുധീന്റെ ജീവിതം തന്നെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. കാറ് വാങ്ങാൻ പോവുകയാണ്, ഇന്റർവ്യൂസ് കൂടി, ഇനാഗ്രേഷൻസ് കൂടി. ആളിപ്പോ വലിയൊരു സെലിബ്രിറ്റി ഫെയിമിലുള്ള, ഈവൻ പുറത്തിറങ്ങിയ 4 ആൾ അറിയുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി എന്തിനാ വിമർശിക്കുന്നത് എന്നാണ് എന്റെ ഒരു ചോദ്യം. ഞങ്ങൾക്കൊന്നും ഉത്തരം പറയാത്ത എന്താണ്, പല രീതിയിൽ പലരും അങ്ങനെ വിമർശനം. മുന്നേ ആദ്യത്തെ യാത്ര പോകുമ്പോ പാർട്ടിനെ പറ്റി അതിന് പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നും പറഞ്ഞില്ല. അതായത് കാര്യമില്ല, വിമർശിക്കുന്നവരും വിമർശനം. ഞാനിപ്പോ എവിടെ എത്തി?
വിമർശിക്കുന്നവരുടെ കൂടെയാണോ ഞാൻ ഇരിക്കുന്നത്? അല്ലല്ലോ. നല്ല നല്ല ആളുകളെ കണ്ടു, നല്ല നല്ല എന്താ പറയാ ആൾക്കാരെ പരിചയപ്പെട്ടു, നല്ല നല്ല ഇനോഗ്രേഷൻസ്, എന്താ ഒരു ചെറിയൊരു പാട്ട് പാടി. ഞാനൊരു പാട്ടുകാരി പോലുമല്ല, ഒരു ഗായിക പോലുമല്ല. അപ്പൊ നമ്മൾ ആ പാടിയപ്പോ ഇത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊരു എന്താ പറയാ നമ്മുടെ ഒരു നേട്ടം തന്നെയാണ് അല്ലെ. നമ്മൾ ഗായിക പോലുമല്ല. ലക്ഷ്മിയൊക്കെ ഉണ്ടായിരുന്നു ആ പാട്ടുകാരില്. അപ്പൊ അവരുടെയൊക്കെ മുന്നിൽ ഒരു പാട്ട് പാടുക എന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമായിട്ട് തന്നെ. സമയങ്ങളിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ല റിപ്ലൈ എന്ന് പറയുന്നത് സൈലൻസ് ആണ്. ഇപ്പൊ രേണു കുറെ സിറ്റുവേഷനിൽ ഈ സൈലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. പണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, രേണുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം രേണു ഇന്റർവ്യൂനോ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയക്കാരോ എടുത്തു പോയിട്ട് ഈ കോൺട്രവേഴ്സിയുമായി ബന്ധപ്പെട്ടിട്ട് റെസ്പോണ്ട് ചെയ്യും, റിപ്ലൈ കൊടുക്കും. അവിടെ ഒരു വർത്താനാവും, ഒരു ഡിസ്കഷൻ ആവും, എല്ലാ സാധനങ്ങളും അവിടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇന്ന് രേണുസുതി കുറെ സിറ്റുവേഷനിൽ സൈലന്റ് ആയിരിക്കുകയാണ്. കാരണം രേണുസുതി തന്നെ പറഞ്ഞു, വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, അവർക്ക് പറയേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞോട്ടെ, പക്ഷെ ഇന്ന് ഇതൊന്നും മൈൻഡ് ചെയ്യാനുള്ള ടൈം എനിക്കില്ല. കാരണം ഇവർ വിമർശിക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് എനിക്ക് ഗ്രോത്ത് ആണ് ഉണ്ടാവുന്നത്. ഒരു പാട്ടുകാരി പോലും അല്ലാത്ത എനിക്ക് ഇന്ന് വലിയ സ്റ്റേജുകളിൽ ഗായകരെ മുമ്പിൽ വെച്ച് പാടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഗ്രോത്ത് ആണ്. ഈവൻ രേണുസുതി കാറ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. വിവാഹം കഴിക്കുവാണെങ്കിൽ ആളുമായിട്ട് ഒരു ദിവസം പോലും ആ വീട്ടിൽ താമസിക്കത്തില്ല. സുധിച്ചേട്ടന്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നേരെ അവിടുന്ന് വിടും എന്നാണ് പറഞ്ഞത്. പിള്ളേരെ കണ്ടത് പിള്ളേരുമായിട്ട് ഇറങ്ങുമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് പിള്ളേരുടെ വീടാണ്. അഥവാ കല്യാണം കഴിച്ചാൽ ചേട്ടനെ എന്തായാലും പോയി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് കഴിച്ചാൽ പ്രാർത്ഥിച്ചിട്ട് നേരെ അവിടുന്ന് ആ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കില്ല. സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങുന്ന സ്ഥിതിയിലോട്ട് രേണുസുതി എത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹെർ ഗ്രോത്ത് ഡാ. ആള് ഒരുപാട് മാറി. ആള് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ആളുടെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും. അപ്പം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ കുറച്ച് ആളുടെ മാറ്റങ്ങൾ കാണുന്ന സമയത്ത് ആ നെഗറ്റിവിറ്റി ഒന്ന് മാറ്റി പോസിറ്റിവിറ്റിയിലോട്ട് കൊണ്ടുവന്നാൽ നല്ലതാണ് എന്നൊരു ഒപ്പീനിയൻ ഉണ്ട്. അപ്പം എനിക്ക് ബേസിക്കലി രേണുസുതിയിൽ ഉണ്ടായിരുന്ന ആ ഒരു കുറെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പണ്ടത്തേത് വെച്ച് നോക്കുമ്പം ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ ആൾക്ക് പേഴ്സണലി വന്നിട്ടുണ്ട്. സ്വഭാവത്തിലാണെങ്കിലും ആറ്റിറ്റ്യൂഡിലാണെങ്കിലും റെസ്പോൺസിലാണെങ്കിലും. അപ്പോൾ അതൊക്കെ ഇനിയും ആ രീതിയിൽ തന്നെ പോയി നല്ല രീതിയിൽ നല്ല നിലയിൽ എത്താൻ പറ്റട്ടെ എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.